ഹായ് ഹലോ 3S ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വൈകുന്നേരം നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ടതിനെ ആ ചെമ്മീൻ വെച്ചിട്ട് നല്ല വറുത്തരച്ചിട്ട് കുടംപുളിയും കൂടി ഇട്ടിട്ട് ചെമ്മീൻ കറി ഉണ്ടാക്കാം. അതിനായിട്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമിയതിന് ശേഷം നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചെമ്മീനിലേക്ക് ഉപ്പൊക്കെ പിടിക്കുമല്ലോ, അതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ചെമ്മീൻ കറിക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, കുടംപുളി, കുതിർത്ത് വെച്ചിട്ടുള്ള കുടംപുളിയാണ്, കുടംപുളി, സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത്, പച്ചമുളകും ഇഞ്ചിയും കൂടിയാണ്. എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് കൂട്ടും കുറക്കും എല്ലാം ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ വറുത്തരച്ചിട്ട് അതെല്ലാം ഉണ്ടാക്കുന്ന അതിന് ആവശ്യമായിട്ടുള്ള തേങ്ങ, ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, കുരുമുളക്, ഇത്രയും ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കണം. ഉള്ളി, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് തേങ്ങ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ കളറാവണം. അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. കറിക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ മല്ലിപ്പൊടിയിൽ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ചെമ്മീനിലേക്ക് ആവശ്യമായിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡർ, കുടംപുളി, അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് കൈവച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. കഷ്ണങ്ങളൊക്കെ വേവാനായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നേ. നമുക്കത് അടുപ്പത്തോട്ട് വെച്ചു കൊടുക്കാം. അടച്ചു വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നേ. ആ സമയത്തിനുള്ളിൽ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മൾ
ചെമ്മീനൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കയ്യിൽ വെക്കാണ്ട് നമ്മളൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചാണ് ഇളക്കിയെടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മളെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ എല്ലാ കഷ്ണങ്ങളൊക്കെ വെന്തെന്ന് അതെല്ലാ ഭാഗത്തും ഉപ്പൊക്കെ പിടിച്ചിട്ടല്ലോ നോക്കണമല്ലോ. അതിന് ശേഷം നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തേങ്ങ കൂട്ടിയതല്ല അതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ കറി കുറുകി വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് അതിലേക്ക് ഇനി വറുത്തിടുക ചെയ്യേണ്ട. അതിനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഉള്ളി നമ്മൾ മൂപ്പിച്ചെടുക്കുകയാണ്. ഉള്ളി ഒന്ന് വറുത്തിടുമ്പോൾ അതിന് ടേസ്റ്റ് കൂടുതൽ വരല്. അപ്പോൾ നമ്മളെ ഉള്ളി നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വറുത്തരച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.